ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിൽ എത്തി. ജനിതകമാറ്റം വരുത്താത്ത ആദ്യത്തെ ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. ലോകശ്രദ്ധ ആകർഷിക്കും വിധം ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ. നാടും നഗരവും ഓണത്തിരക്കിൽ. 18ാമത് ബ്രിക്സ് അക്കാദമിക് ഫോറത്തിന് ലഖ്നൌവിൽ തുടക്കമായി. ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കാൻ ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസ്നൂരിൽ എത്തി. ഗവർണർ S. അബ്ദുൾ നസീർ, മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. രാജ്യത്തെ ആദ്യ ജനിതകമാറ്റം വരുത്താത്ത ഹൈ എക്സ്പാൻഷൻ പോപ്കോൺ ചോള സങ്കര ഇനം വിത്ത് പുറത്തിറക്കുകയാണ് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക പരിപാടി. കാർഷിക ഉൽപ്പന്നങ്ങളിൽ സംസ്കരണത്തിലൂടെയും വിപണനത്തിലൂടെയും മൂല്യവർദ്ധനവ് വരുത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ സർക്കാരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിലെ സിഇഒമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകശ്രദ്ധ ആകർഷിക്കുന്ന വിധം ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കുറഞ്ഞ ചെലവും മികച്ച പ്രതിഭകളുമാണ് ഇന്ത്യയുടെ പ്രധാന കരുത്തെന്നും ആഗോളതലത്തിൽ മുൻനിര ശക്തിയായി മാറാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हम उसमें कंसिस्टेंट रहे ताकि कोई भी रिस्क लेना चाहता है तो उसको भरोसा रहे और ये विश्वास दुनिया भारत के स्टार्टअप को खोजती होगी भाई कौन है इसमें. कॉस्ट में हम कॉम्पिटिटिव है और रिस्क टेकिंग कैपेसिटी हमारे देश के लोगों की वैसे भी ज्यादा होती है और उसके कारण हम बहुत तेजी से अपनी जगह बना सकते हैं. 2036 ഇന്ത്യയിൽ ഉയർന്ന വരുമാനമുള്ള ഉപഭോക്താക്കളുടെ എണ്ണം 10.8 കോടിയായി ഉയരുമെന്നും ഇത് ചൈനയേക്കാൾ കൂടുതലായിരിക്കുമെന്നും നീൽസൺ IQ, വേൾഡ് ഡേറ്റ ലാബ് എന്നിവയുടെ പുതിയ റിപ്പോർട്ട്. പ്രതിദിനം $90 അതായത് ഏതാണ്ട് 7,500 രൂപ ചെലവഴിക്കുന്നവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന 18ാമത് ബ്രിക്സ് അക്കാദമിക് ഫോറം ലഖ്നൌവിൽ ആരംഭിച്ചു. ചർച്ചകൾ ചൊവ്വാഴ്ച വരെ തുടരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്ന വിഷയത്തിൽ നടക്കുന്ന ഫോറത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ വിദഗ്ധർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്നു. പ്രധാന ആഗോള വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രായോഗികവും നയപരവുമായ മാർഗങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും സുസൂക്കി മാതൃകയിൽ ബിസിനസ് വിപുലീകരിക്കാനും ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജപ്പാൻ സന്ദർശനത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികം സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ യുവജനശേഷിയും 2047 ലക്ഷ്യമിടുന്ന $30 ട്രില്യൺ സാമ്പത്തിക വളർച്ചയും വൻ അവസരങ്ങളാണ് തുറന്നു നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലുണ്ടായ വെടിവയ്പിൽ ഇന്ത്യൻ പൌരൻ മരിച്ച സംഭവത്തിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചയാളുടെ വേർപാടിൽ അനുശോചനം അറിയിച്ച കോൺസുലേറ്റ് ദുരന്തത്തിനിരയായ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ മുസഫർനഗർ, ഗാസിയാബാദ്, ഹരിയാനയിലെ ഫരീദാബാദ് എന്നിവിടങ്ങളിലെ 9 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ജംബൂദ്വീപ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് എന്ന കമ്പനി ചരക്കുകൾ നീക്കം ചെയ്യാതെ വ്യാജ ഇൻവോയ്സുകളും ഇ-വേ ബില്ലുകളും നിർമ്മിച്ച് കോടികളുടെ നികുതി തട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊൽക്കത്തയിൽ നടന്ന ഡ്യൂറൻ കപ്പ് ഫൈനലിൽ മോഹൻ ബഗാനെ 1-4 ഗോളിന് പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാൾ കിരീടം നേടി. 17 തവണ കപ്പ് നേടുന്ന ചരിത്ര നേട്ടവും ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കി. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈസ്റ്റ് ബംഗാൾ ഡ്യൂറൻ കപ്പ് ഉയർത്തിയത്. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനമായ ഇന്ന് ഇന്ത്യ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 419 റൺസ് നേടിയിട്ടുണ്ട്. ഇന്നലെ കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:15 നെതർലൻഡ്സിലാണ് മത്സരം.
തിരുവോണത്തിന് ഇനി ഒരു ദിവസം മാത്രം. സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയുടെ പ്രതീകമായ തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനൊരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഒരു റിപ്പോർട്ട്. ഓണത്തിരക്കിലാണ് നാടും നഗരവും. കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൻ ജനത്തിരക്കാണ്. പ്രധാന നഗരങ്ങളിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയ ഓണം വിപണികളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും തിരക്കേറുകയാണ്. കേരളത്തിന്റെ ദേശീയോത്സവത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കമായ ഉത്രാടപ്പാച്ചിലാണ് നാളെ. പ്രവാസികളും മറുനാടൻ മലയാളികളും തൊഴിലിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഗൃഹാതുര സ്മരണകളോടെ ഓണം ആഘോഷിക്കും. നന്മയുടെയും സമൃദ്ധി തുടിക്കുന്ന കാർഷിക സംസ്കാരത്തിന്റെയും ഓർമ്മകളിലേക്കുള്ള മനസ്സിന്റെ തീർത്ഥയാത്ര കൂടിയാണ് മലയാളിക്ക് ഓണനാളുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. വൈകുന്നേരം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30-ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. ഓണത്തിന് AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യക്കിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ആഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28, സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയായി ഈ മാസം 28-ന് നട അടയ്ക്കും. മഹാരാഷ്ട്രയിൽ അമരാവതി ജില്ലാ വനിതാ ആശുപത്രിയിലെ ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾ മരിച്ചു. 4 കുഞ്ഞുങ്ങൾക്ക് പൊള്ളലേറ്റു. ദുരന്തത്തിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് തീവ്ര ദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട അദ്ദേഹം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കി. ബീഹാറിലെ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ 5-അംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയും തട്ടിപ്പുകളും തടയുക, ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകളും CCTV നിരീക്ഷണവും ഉപയോഗിച്ച് പരീക്ഷകൾ സുതാര്യമാക്കുക എന്നിവയാണ് ലക്ഷ്യം. ഗ്രാമീണ സാമ്പത്തിക പിന്നാക്ക വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് സമിതി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ ആസിം മുനീറിനെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന പാക് നേതാവ് മൌലാന ഫസ്ലൂർ റഹ്മാൻ. 1971-ൽ ഇന്ത്യക്കെതിരായ യുദ്ധത്തിലെ പാകിസ്ഥാന്റെ തോൽവി ഓർമ്മിപ്പിച്ച അദ്ദേഹം സൈന്യത്തിന്റെ അടിച്ചമർത്തലും അക്രമവും തുടർന്നാൽ രാജ്യത്ത് വീണ്ടും വിഭജനത്തിന് വഴിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് ചുരം വഴിയുള്ള കൈലാസ് മാനസ സരോവർ യാത്ര വിജയകരമായി സമാപിച്ചു. ജൂലൈ 4 മുതൽ 10 ബാച്ചുകളിലായി ആകെ 477 തീർത്ഥാടകരാണ് കൈലാസനാഥന്റെയും മാനസ സരോവറിന്റെയും ദർശനം നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിൽ എത്തി. ജനിതകമാറ്റം വരുത്താത്ത ആദ്യത്തെ ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. ലോകശ്രദ്ധ ആകർഷിക്കും വിധം ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ. നാടും നഗരവും ഓണത്തിരക്കിൽ. 18ാമത് ബ്രിക്സ് അക്കാദമിക് ഫോറത്തിന് ലഖ്നൌവിൽ തുടക്കമായി. ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കാൻ ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.